താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ തുടങ്ങി. വനിതകൾ അമരത്തെത്തിയ ശേഷമുള്ള ആദ്യ എക്സിക്യൂട്ടീവാണിത്. ഓണാഘോഷം, സംഘടനാ വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്യും. സിജോ വർഗീസ് വിവരങ്ങളുമായി ചേരുന്നു. സിജോ, മറ്റെന്തൊക്കെയാണ് അജണ്ട? അജീസ്, അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തിയ ശേഷം നടക്കുന്ന ആദ്യ എക്സിക്യൂട്ടീവ് യോഗം എന്ന നിലയിൽ ഇതിനേറെ പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട അജണ്ടകൾ അത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം. പക്ഷേ ഇതിനോടൊപ്പം തന്നെ സംഘടനയിൽ ഉയർന്നിരിക്കുന്ന ചില വിവാദങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം തന്നെ ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഘടനയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് WCC ഉൾപ്പെടെയുള്ള സംഘടനയിലേക്ക് ചേക്കേറിയ ആളുകൾ, അവരെ തിരികെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കുക്കു പരമേശ്വരനുമായി ബന്ധപ്പെട്ടുണ്ടായ മെമ്മറി കാർഡ് വിവാദങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയായേക്കും. ഒപ്പം തന്നെ സംഘടനയുടെ പ്രസിഡന്റായ ശ്വേതാ മേനോനെതിരെ ഉയർന്ന കേസ്, ഇത്തരം പരാതികളും സംഘടനയിൽ തന്നെ ഉയർന്നിരിക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട ചർച്ചയായി പരിഗണിക്കണമെന്നൊരു വിഭാഗം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മുഖ്യ അജണ്ടയായി തന്നെ ഈ ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രഥമമായി ഓണാഘോഷം വിപുലമായി നടത്തുക, ഓണവുമായി ബന്ധപ്പെട്ട് സംഘടനയിലെ കലാകാരന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ചില ആനുകൂല്യങ്ങൾ, ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ ഏകോപിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു നിലപാട് അത് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അജണ്ടയായി അവർ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളും ഇതിന് ചർച്ച ചെയ്യുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ താരസംഘടനയായ അമ്മയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധി, വെല്ലുവിളി, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, തുടർ വിവാദങ്ങൾ, ഇതെല്ലാം തന്നെ സംഘടനയെ പിടിച്ചുലയ്ക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ വനിതകൾ മുഖ്യധാരയിലേക്ക് എത്തട്ടെ എന്നൊരു പൊതു തീരുമാനം വന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റായും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും എല്ലാം തന്നെ ഈ പുതിയ ഭരണസമിതി അധികാരത്തിലേറുകയും ചെയ്തത്. പിന്നാലെ ശ്വേതാ മേനോന്റെ പ്രതികരണവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതികരണവും വന്നിരുന്നു. അതായത് സംഘടനയുമായി അകന്നു നിൽക്കുന്ന വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകളെ തിരികെ എത്തിക്കുക എന്നുള്ളൊരു ശ്രമം നടത്തും. പ്രധാനമായും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു നിലപാടും ശ്വേതാ മേനോൻ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് രീതിയിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനമായും അറിയണം. മറ്റൊന്ന്, WCC അംഗങ്ങൾ അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തിയതിൽ ഒരു അനുകൂല നിലപാട്, ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അമ്മ ഭരണസമിതി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത്തരം പല വിഷയങ്ങൾ ഇന്നത്തെ ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയായേക്കും. എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും തന്നെ എത്തിയിട്ടുണ്ട്. 11 മണിയോടുകൂടി തന്നെ യോഗം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി.